എന്തോ ആ പറഞ്ഞു. എൻ്റെ പേര് സാമുവൽ ജോൺസൺ, ഷിക്കാഗോയിൽ നിന്നാണ്. ചിക്കാഗോ CSI കോൺഗ്രിഗേഷൻ ഷിക്കാഗോ. ഓക്കെ. ചിക്കാഗോയിലായിട്ട് എത്ര വർഷം അയച്ചേ? ഷിക്കാഗോയിലായിട്ട് 53 വർഷം. ഓ അത് ശരി. എവിടെ നിന്നാണ് വന്നത്? ഞാൻ തിരുവനന്തപുരത്ത് സൗത്ത് കേരള ഡയസിലെ മെമ്പറാണ്. അത് ശരി. എന്തുമായിരുന്നു നാട്ടിലെ പഠിക്കാൻ വന്നതാണോ? നാട്ടിൽ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ് കേരളയിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ് ഇൻ കേരള എന്ന സബ്ജക്റ്റ് ഒരു റിസർച്ച് ചെയ്യുകയായിരുന്നു. എന്ത് കഴിഞ്ഞിട്ടായിരുന്നു ഈ റിസർച്ചിന് പോയത്? MSW ഫ്രം ലയോള. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടായിരുന്നോ? എന്തുമായിരുന്നു ചെയ്തത് പോസ്റ്റ് ഗ്രാജുവേഷൻ? MSc സോഷ്യൽ വർക്ക് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ് ഇൻ കേരള. ഓക്കെ. അത് MSc MA എന്തോ എടുത്ത് ആഫ്റ്റർ BSc then is sociology MA. Okay. Same way there is something called social work. Okay. Master of social work. MSW. ഓക്കെ. അതെവിടെ പഠിച്ചത്? ട്രിവാൻഡ്രം ലയോളയിൽ. ഓക്കെ. ട്രിവാൻഡ്രം ലയോള സെക്കൻഡ് ബാച്ച്. അച്ഛൻ ട്രിവാൻഡ്രംകാരനാണോ? ഓക്കെ. എവിടെയായിരുന്നു അന്ന് വീടൊക്കെ? വീട് തിരുവനന്തപുരം ചെമ്പൂരെന്ന് പറയും. ചെമ്പൂര്. അത് ബോംബെയിലുള്ള ഒരു സ്ഥലം കൂടെ. ബോംബെയിലുള്ളതാണ്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ. അത് എവിടെയായിട്ട് വരും? അത് നെയ്യാർ ഡാം. ഓക്കെ. ചെമ്പൂർ. ഹൈസ്കൂളൊക്കെ എവിടെയാണ് പഠിച്ചത്? ഒറ്റശേഖരമംഗലം. അത് ശരി. ഒറ്റശേഖരമംഗലം ഹൈസ്കൂള് 1957 കിട്ടി. അവിടുത്തെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻറ്റ്. അത് ശരി. അത് കഴിഞ്ഞ് കോളേജിലോട്ട് എപ്പോഴും വന്നു? മാരിവൻസ് കോളേജ്. ഓക്കെ. 62-64. അന്ന് പ്രീ ഡിഗ്രി ഉണ്ട്. 2 വർഷം. പ്രീ യൂണിവേഴ്സിറ്റി 1 വർഷമേ ഉള്ളൂ. അത് ശരി. അത് കഴിഞ്ഞിട്ട് BSc അവിടെ തന്നെ ചെയ്തു? BSc മാരിവാൻസ്. കണക്കായിരുന്നോ? മാത്സ്. ഓക്കെ. സാറിൻ്റെ പേരൻസൊക്കെ എന്തോ ആയിരുന്നു? പേരൻസ് ഫാദർ മുഖ്യം ആയുർവേദിക് ഫിസിഷ്യൻ. ഓക്കെ. ലൈസൻസ്ഡ് പ്രാക്ടീഷണർ. അന്നെല്ലാം ചികിത്സയാണല്ലോ കൂടുതലും. അതെ. പാർഷ്യലി കൃഷി. ഓക്കെ. ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നോ? പ്രധാന കൃഷി എന്തായിരുന്നു ഓർമ്മയുണ്ടോ സാറിന്? കപ്പയുണ്ട്, പിന്നെ നെല്ലുണ്ട്, എല്ലാം ഉണ്ട്. വയൽ, കമുകും, കൊടിയൊക്കെ, കുരുമുളകൊക്കെ ഉണ്ട്. കുരുമുളകുണ്ട്, കമുകും, തെങ്ങും. ഓക്കെ. ലേറ്ററാണ് കുറേ റബ്ബർ. സിബ്ലിങ്സ് ഒക്കെ? എനിക്കൊരു സിസ്റ്ററേ ഉള്ളൂ. എന്നേക്കാൾ 5 വയസ്സ് മൂത്തതാണ്. കല്യാണം കഴിച്ച ഒരു ഹൈസ്കൂൾ ടീച്ചർ മരിച്ചുപോയി. എവിടെയായിരുന്നു അവരെ? അവർ വെള്ളറട എന്ന് പറയുന്ന സ്ഥലം. വെള്ളറട. ഓക്കെ. കേട്ടിട്ടുണ്ട്. അവർക്ക് 3 മക്കളുണ്ട്. ഒരാൾ മിഡിൽ ഈസ്റ്റിലായിരുന്നു, വന്ന് രാഷനിൽ മരിച്ചു. രണ്ടാമത്തെ ആൾ ജയകുമാർ എബ്രഹാം, ഈസ് എ ലോയർ ട്രിവാൻഡ്രത്ത്. മൂന്നാമത്തൊരു ഗേൾ മാരീഡ് ഹൗസ് വൈഫ്. സാർ എന്നിട്ട് അമേരിക്കയിൽ എത്രാമത്തെ വയസ്സിലാണ് വരുന്നത്? ഞാൻ വന്നപ്പോൾ 28 വയസ്സ്. അന്ന് ആരാ കൊണ്ടുവന്നത് ആരുമല്ല, അതൊരു ട്രാവൽ ഏജൻറ്റ് കൂടെ താമസിച്ചിരുന്നത്. ഞാൻ ഒരു കൊല്ലം പട്ടം സെൻറ്റ് മേരീസിൽ ടീച്ചറായിരുന്നു. ശരി. B.Ed ഇല്ലാതെ. ഓക്കെ. അപ്പോൾ കൂടെ താമസിക്കുന്ന ടീച്ചേഴ്സ് എത്യോപ്യയിലും നൈജീരിയയിലും പോയി. അവർക്ക് B.Ed ഉണ്ട്. റൈറ്റ്. എനിക്ക് B.Ed ഇല്ലാത്തതുകൊണ്ട് പോകാൻ പോയില്ല. അപ്പോൾ വേറെ എവിടെയെങ്കിലും വെളിയിൽ പോകണമെന്ന് ആലോചിച്ചിട്ട് അമേരിക്കയിൽ വന്നത്. അത് ശരി. അപ്പോൾ എവിടെ? വൈ ചിക്കാഗോ? ട്രാവൽ ഏജൻറ്റ് had a client who came here, Chicago. He gave me a letter, introducing letter. പുള്ളി അറിഞ്ഞിട്ടില്ല ഞാൻ വരുന്നൊന്നും. ഇതിലങ്ങ് ഒഴിച്ച് അവർക്കൊരു ബ്ലാങ്ക് വേണമായിരുന്നു, ഒരു ലെറ്റർ. ഇതില്ല, ലെറ്റർ വേണ്ട. BScക്ക് ഫസ്റ്റ് ക്ലാസ്സോ മാസ്റ്റേഴ്സിന് 50% മാർക്കുള്ളവർക്ക് ഫോറിൻ എക്സ്ചേഞ്ച് പെർമിഷൻ കിട്ടും ഇന്ത്യ ഗവൺമെൻറ്. ഓക്കെ. ഇവിടുത്തെ ഒരു കൊല്ലത്തെ ഫീസ് നാട്ടിൽ ബാങ്കിൽ കാണിച്ചാൽ നമുക്ക് വിസ കിട്ടും.
സ്റ്റുഡൻറ്റ് വിസ അങ്ങനെ വന്നത്. അന്ന് എത്ര പേര് വന്നതായിട്ട് ഓർമ്മയുണ്ട് സാറിന്? കൂടെ ബാച്ചിലെ വല്ലവരും ഉണ്ടായിരുന്നോ? എൻ്റെ കൂടെ ബാച്ചിലുണ്ടായിരുന്ന ഒരു വർഗീസ് ഉണ്ടായിരുന്നു. ഹൂസ്റ്റണിൽ പോയി. എന്തുവാ പുള്ളി ഹൂസ്റ്റണിൽ? ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഒരു കുഞ്ചേരി ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ഓക്കെ. എന്നിട്ട് അമേരിക്ക വന്നിട്ട് ചിക്കാഗോയിൽ എത്ര വർഷം സ്റ്റുഡൻ്റായിട്ട് നിന്നു? ചിക്കാഗോയിൽ ഞാൻ വന്ന സ്റ്റുഡൻ്റായിട്ട് 2 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ബട്ട് കൊണ്ടുവന്ന പൈസ തീർന്നു. വീട്ടിൽ ഉപദേശിക്കേണ്ട വിചാരിച്ചിട്ട് പാർട്ട് ടൈം വർക്ക് എടുത്തു. എന്തായിരുന്നു അത്? തുടങ്ങിയത് മക്ഡൊണാൾഡ്സിൽ ഫയലിംഗ് ക്ലാർക്ക്. ഫയലിംഗ് ക്ലാർക്ക്. അപ്പം അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ല. അപ്പം 2 രൂപ കിട്ടുമായിരുന്നോ മണിക്കൂറിന്? $1.5 മണിക്കൂർ. ഒരു ദിവസം $8 കിട്ടും. എന്നിട്ട് അവിടെ ഒരു കാൽക്കുലേറ്റർ സിസ്റ്റം മേടിച്ചു. ഡിജിറ്റ് മാസ്റ്റർ സിസ്റ്റം. അന്ന് കാൽക്കുലേറ്റർ ആദ്യമായിട്ട് വരിക. വേറെ ഉണ്ട്, ഇത് പുതിയ സിസ്റ്റം. ഓക്കെ. ആ സിസ്റ്റത്തിൻ്റെ കള്ളം പറയാൻ പോവാ. സിസ്റ്റത്തിൻ്റെ ടെക്നിക്കൽ ടൈം ഉപയോഗിച്ച് ഷിക്കാഗോ ട്രിബ്യൂണിൽ വേണ്ടത് ഇങ്ങനെ അറിയാവുന്ന ആളിന് വേണ്ട ആവശ്യമുണ്ടെന്ന് പബ്ലിഷ് ചെയ്തു. സാർ തന്നെ ചെയ്തു? ഓക്കെ. ഞാൻ മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ. ഓക്കെ. അങ്ങനെ സാറിനെ കിട്ടി. അങ്ങനെ ഗ്രീൻ കാർഡ് കിട്ടി. ഓക്കെ, മനസ്സിലായി. ഒരു ബ്രില്യൻ ഒരു ഒരു ബ്രില്യൻ ചാപ്പിനെ ഒരു ഗ്രീൻ കാർഡ്. അത് ശരി, ഇൻ്റലക്ച്വൽ ഗ്രീൻ കാർഡാണ് അത്. എംപ്ലോയറുടെ സഹായത്തോടുകൂടെ. മനസ്സിലായി. എത്ര വർഷമായ? എത്രാമത് ഏത് ഇയറാന്ന്? 1974 ഗ്രീൻ കാർഡ് കിട്ടി. അന്ന് നേഴ്സുമാരൊക്കെ വരാൻ തുടങ്ങിയോ? ഇല്ല. നേഴ്സുമാരുണ്ട്, ജസ്റ്റ് വരുന്നേ ഉള്ളൂ. ഇന്ത്യൻസൊക്കെ കുറവാണ് അല്ലേ? ശരി. എന്നിട്ട് പിന്നെന്ത് ചെയ്തു സാറ്? ഗ്രീൻ കാർഡൊക്കെ സെറ്റിലായിട്ട് ഞാൻ ഫയലിംഗ് ക്ലാർക്കിൽ നിന്ന് അവിടുത്തെ ആ ഓഫീസിൽ ഇൻകം ഓഡിറ്ററ്, അക്കൗണ്ട്സ് പേയബിള്, അക്കൗണ്ട്സ് റിസീവബിള്, പേറോള്, ഇതെല്ലാം ഓരോരുത്തർ വെക്കേഷന് പോകുന്ന സമയത്ത് പഠിച്ചു. മനസ്സിലായി. എന്നിട്ട് അന്ന് മൈക്രോ വേർഡും എക്സലും ഒന്നും ഇല്ലല്ലോ, എല്ലാം പേപ്പറല്ലേ? എല്ലാം പേപ്പറാണ്. ആർലിംഗൺ പാർക്ക് ഹിൽട്ടൺ ഇവിടെ ഒരു അസിസ്റ്റൻറ്റ് കൺട്രോളറുടെ ഒഴിവ് വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് അപ്ലൈ ആണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ബാക്കിയെല്ലാം പേയബിളും റിസീവബിളും പേറോളും അറിയാവുന്നതുകൊണ്ട് അസിസ്റ്റൻറ്റ് കൺട്രോളറായിട്ട് കിട്ടി. ജോലി കിട്ടി. അന്ന് അത് എത്ര ഡോളറിൻ്റെ ഒരു ജോബാ? ആദ്യം ആവറേജ് $12,000 a year. ഓക്കെ, മനസ്സിലായി. $2 വെച്ചാണെങ്കിൽ ആകെ ഒരു 7,000-8,000 വരുന്നുള്ളല്ലോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ റാഡിസൺ ഹോട്ടൽ ഹിയർ കൺട്രോളറായി. ഓക്കെ. ഒളിമ്പിയ ഫീൽഡ്സ് കൺട്രി ക്ലബിൽ കൺട്രോളായിരുന്നു. നേപ്പർവിൽ കൺട്രി ക്ലബിൽ കൺട്രോളായിരുന്നു. ഓക്കെ. 42 years കൺട്രോളായിട്ട് വർക്ക് ചെയ്തു. അപ്പോഴത്തേനൊക്കെ എല്ലാം സെറ്റിലായി, ഫാമിലിയൊക്കെ എല്ലാം ആയി. ഫാമിലി 1977 നാട്ടിൽ പോയി കല്യാണം കഴിച്ചു. ഏത് ഫീൽഡിൽ നിന്നുള്ള ആളെ ജോലി? പുള്ളി ഹോം സയൻസ് ആയിരുന്നു. പിന്നെ ഒരു ഡിപ്ലോമ കൂടെ ഉണ്ടായിരുന്നു ഡയറ്ററ്റിക്കിൻ്റെ. ഇവിടെ വന്ന് ഡയറ്ററ്റിക്കിൻ്റെ പരീക്ഷ എഴുതി ഡയറ്റീഷ്യനാണ്. മനസ്സിലായി. അവർ ചിക്കാഗോയിൽ തന്നെയാണ് സെറ്റിൽ ചെയ്ത് നിങ്ങളെല്ലാവരും? എങ്ങോട്ട് മൂവ് ചെയ്തില്ല? ഒരു വർഷം മിനിയാപോളിസിൽ പോയി. ഓക്കെ. ജോലി പ്രൊമോഷൻ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അവിടെ മിനിയാപോളിസ്? ഇല്ല, ആ ഹോട്ടലിൽ ക്ലോസ് ചെയ്യുന്ന സമയമായിരുന്നു. ഒരു കാലത്തേക്ക് അങ്ങോട്ട് ഹയർ ചെയ്തിട്ട് തിരിച്ച് അവരുടെ ബ്രാൻഡിൽ തന്നെ ചിക്കാഗോ. ഇപ്പോൾ റിട്ടയർ ആയിട്ട് എത്ര വർഷമായി? ഞാൻ 2006 16 വർഷമായി. 65 വരെ ജോലി ചെയ്തോ? 65 വരെ ജോലി ചെയ്തോ? 66 വരെ. 66 വരെ ജോലി. ഇപ്പം ഈ കോൺഫറൻസിനൊക്കെ സാറ് പോറുള്ളതാണോ? കോൺഫറൻസ് ആദ്യം തുടങ്ങിയത് ഞങ്ങളുടെ പള്ളിയാണ്. ഓക്കെ. ആദ്യം മുതൽ
ഹിസ്റ്ററി നോക്കിയാൽ കോൺഫറൻസിൻ്റെ ആദ്യത്തെ സൂനിയറിൻ്റെ ചാർജ് എനിക്കായിരുന്നു. ഓക്കെ. അത് മുതൽ ഒരു കാനഡയിലുള്ള ഒരു കോൺഫറൻസ് വെച്ച് ബാക്കി എല്ലാ കോൺഫറൻസും അറ്റൻഡ് ചെയ്തു. ഓക്കെ. വിത്ത് ഫാമിലി. അന്ന് കാനഡയിൽ പോകാഞ്ഞ് ഒരു വർക്ക് റിലേറ്റഡ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. സുഖമായിട്ട് പോകുന്നു. ട്രിവാൻഡ്രത്ത് എന്നാ ലാസ്റ്റ് പോയത്? ഈ കൊല്ലം പോയി, ജനുവരി ഫെബ്രുവരി പോയി. ഇങ്ങോട്ട് വരാൻ പ്രയാസം ഉണ്ടായിരുന്നു കേസ് മിഡിൽ ഈസ്റ്റിൽ. ഇഷ്യൂ വന്ന് എത്ര ദിവസം സ്റ്റക്കായി നാട്ടിൽ? നാട്ടിലൊരു 7 ദിവസമുള്ളൂ. പക്ഷേ ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ ഹെൽപ്പിൽ ഞാൻ ഓസ്ട്രേലിയ വഴി വന്നോ? ഏഷ്യ വഴി ടർക്കി പോയി വന്നു? അല്ല, ഇങ്ങനെ കറങ്ങിയിട്ട് തായ്പേയ്. ഓക്കെ. തായ്പേയ്. ഓക്കെ. അവിടോട്ട് പോയി, ബാങ്കോക്കിലോട്ടൊക്കെ പോയി. ഓക്കെ. സിംഗപ്പൂർ വഴി. ഓക്കെ. സാറിൻ്റെ മക്കളൊക്കെ? 2 പിള്ളേരാ. മൊത്തം മകള് കല്യാണം കഴിച്ചു, 3 പിള്ളേരുണ്ട്. അവൾ ന്യൂയോർക്കിലാണ്. മകൻ കല്യാണം കഴിച്ചിട്ടില്ല. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടെയുണ്ട്? ഇല്ല, കൂടെയല്ല. അവൻ ഇവിടെ 52 മൈലുള്ള ഡി കാൽഫ് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ. സാറ് ചിക്കാഗോയിലാണ്? ഓക്കെ. മകൾ ന്യൂയോർക്കിലാണ്, ഡോക്ടറാണ്. ഹസ്ബൻഡ് ഡോക്ടറാണ്. പരിചയപ്പെടുന്നതിൽ സന്തോഷം സാറേ. സാറിൻ്റെ പേര്? സാമുവൽ ജോൺസൺ. താങ്ക് യു. എവിടുന്ന്? ഞാൻ ഹ്യൂസ്റ്റണിൽ നിന്നാണ്, CSI ചർച്ചിൽ നിന്ന്. എന്തിനു വേണ്ടിയാണ്?